എല്ലാവരും കുളിച്ചിട്ടാണ് ഇപ്പം ഇന്ന് വന്നിട്ടുണ്ടായി. പക്ഷെ നമ്മൾ ജുമാക്ക് വേണ്ടിയാണോ കുളിച്ചത്? ഇന്ന് ജുമാക്ക് വേണ്ടിയാണോ കുളിച്ചത്? എന്നും രാവിലെ നമ്മൾ കുളിക്കും, അപ്പോൾ ഇന്നും നമ്മൾ കുളിച്ചു. എന്നാൽ രാവിലെ കുളിക്കുന്ന സമയത്ത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ ജുമാക്ക് വേണ്ടിയുള്ള കുളിയാണ് എന്നൊരു നിയ്യത്ത് അത് മാത്രം മതി. വളരെ നിർബന്ധമായി നമ്മൾ ജുമാക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് കുളിക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കുളിക്കുന്നത് എന്തിനാണ്? മലയോര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ജുമാക്ക് വേണ്ടി വിയർത്തൊലിച്ച് ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അടുത്തിരിക്കുന്നവന് ആ ജുമാ പൂർത്തിയാക്കാൻ പറ്റില്ല. അത് വളരെ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞാൽ നമ്മൾ അദബ് പാലിച്ചില്ലെങ്കിൽ അത് വേറുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നതാണ്. ഏറ്റവും അധികം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്ക്. ഓരോ നിസ്കാരത്തിനും പറ്റുമെങ്കിൽ മിസ്വാക്ക് ചെയ്യാം, രാത്രി ഉറങ്ങും മിസ്വാക്ക് ചെയ്യാം, ഏത് സമയത്തും മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പോലും മയ്യത്തിൻ്റെ പല്ലുകൾ നമ്മൾ വൃത്തിയാക്കി കൊടുക്കും. അത്ര പ്രധാനമാണ്. ഒരാൾ വായനാട്ടത്തോടുകൂടെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആ നിസ്കാരം എത്ര ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ എത്ര ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ കുളിക്കാതെ നമ്മൾ ആ വിയർപ്പോട് കൂടെ വരിക. ചിലപ്പോൾ നമ്മൾ കുളിച്ചാലും വിയർപ്പുണ്ടാവും, അപ്പോൾ നമ്മൾ കുറച്ച് സുഗന്ധം ഉപയോഗിച്ചിട്ട് അത്ര ഉപയോഗിച്ചിട്ട് നമ്മൾ വരിക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ വലിയ പുണ്യം കിട്ടുന്നതും മറ്റുള്ളവർക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ ആരാധനാ വേളകളെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. മനുഷ്യരെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ആരാധനാ വേളകളിലെല്ലാം നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങളാകുന്ന വസ്ത്രങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. ഇത് നല്ല വസ്ത്രം. നഗ്നത കാണിക്കലാണ് സൗന്ദര്യം എന്ന് ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോയിട്ട് ഇപ്പോൾ ട്രൗസർ ഇട്ട ആൾക്കാർ നടക്കുക. സഹോദരിമാർ ഡ്രസ്സിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത പോലെ തന്നെ പാണുങ്ങളും. സുഹൃത്തുക്കളെ, തൊട ഔറത്താണ്, കാണിക്കാൻ പറ്റില്ല പുരുഷൻ. ഈ ട്രൗസർ ഇടുന്ന സംസ്കാരം എവിടെ നിന്ന് കിട്ടുന്നതാണ്? നമ്മുടെ വസ്ത്രം ഉപയോഗിക്കുന്നതാണ് ഭംഗി, വസ്ത്രം ഉപേക്ഷിക്കുന്നതല്ല ഭംഗി. അപ്പോൾ ആരാധനാ സന്ദർഭങ്ങൾ ഏറ്റവും ഡീസൻ്റ് ആയിട്ടായിരിക്കണം. ആ സമയത്ത് പ്രത്യേകം നമ്മളോട് പറഞ്ഞു, ഇതൊരു മര്യാദ. അപ്പം മര്യാദകൾ പാലിക്കുക എന്നുള്ളത് ആരാധനാ സന്ദർഭങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം. അൽ ഗുസ്ലു യൗമൽ ജുമാഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം, പ്രായപൂർത്തിയായ എല്ലാവർക്കും ജുമാഅയുടെ ദിവസം കുളിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. വസ്സിവാക്, പല്ല് തേക്കലും. വയമസ്സു മിനത് ത്വയ്യിബി മാ ഖദറ അലൈഹി, അവന് കഴിയുന്നത്രയും അവൻ സുഗന്ധം ഉപയോഗിച്ച് വരലും അതിൽപ്പെട്ടതാണെന്നാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നത്, ഇന്ന മിനൽ ഹഖ്ഖി അലൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് അവരുടെ കടമയിൽപ്പെട്ടതാണ് അൻ യഗ്തസില അഹദുഹും യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ എന്ത് ചെയ്യണം? കുളിക്കാം. അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് അവൻ്റെ ബാധ്യതകളിൽപ്പെട്ടതാകുന്നു എന്ന് ഇമാം തുർമുദിന്റെ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ആലോചിക്കും സുഹൃത്തുക്കളെ, എത്ര കുറഞ്ഞ സമയം നമുക്ക് ജുമുഅക്കുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ പള്ളിയിലൊക്കെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത്, എല്ലാവരും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് മിക്കവാറും ആളുകൾ എത്തിയിരിക്കും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആ ബാങ്ക് കഴിഞ്ഞിട്ട് വരുന്നവരും നിസ്കാരത്തിൻ്റെ സമയത്തും വരുന്നവരൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. എന്നാലും നമ്മൾ നേരത്തെ വരുന്നതിൻ്റെ ഒരു പ്രതിഫലത്തെക്കുറിച്ച് മനസ്സിലാക്കിയുള്ളൂ. ഇതൊക്കെയാണ് യൗമുൽ ജുമാൻ്റെ ദിവസം. ഇതൊക്കെയാണ് യൗമുൽ ജുമാഅത്തി കഅദത്തിൽ മലായികത്തു അലാ അബ്വാബിൽ മസ്ജിദ്, പള്ളീൻ്റെ കവാടങ്ങളിൽ മലക്കുകൾ ഇരിക്കുന്നതാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഫയക്തുബൂന അന്നാസ്, വരുന്ന ജനങ്ങളൊക്കെ ഏത് സമയത്ത് വന്നു എന്ന് കൃത്യമായി അവർ രേഖപ്പെടുത്തും. മൻ ജാഅ മിനന്നാസി അലാ മനാസിബ്, ഓരോരുത്തർക്കും അവൻ്റെ സ്ഥാനത്തിനനുസരിച്ചുണ്ടായിരിക്കും, ആ വരവിനനുസരിച്ചിട്ടായിരിക്കും. ഫറജുലുൻ ഖദ്ദമ ജസൂറൻ, നേരത്തെ വന്നാൽ ഒരു ഒട്ടകത്തെ അർത്ഥ പ്രതിഫലമാണ്, അത്ര പ്രതിഫലം. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്തു? അത് ബക്കറത്തായി, പശുവായി. പിന്നെ കുറച്ച് കഴിഞ്ഞാലോ അത് ഷാത്തായി, ഒരാടായി. പിന്നെ അത് കഴിഞ്ഞാലോ ഒരു ദജാജത്തായി, ഒരു കോഴിയായി, അല്ലെങ്കിൽ ഒരു പക്ഷിയായി, ഉസ്ഫൂറായി, അല്ലെങ്കിൽ വറജുലുൻ ഖദ്ദമ ബൈലത്തൻ, അല്ലെങ്കിൽ ഒരു മുട്ട. നോക്കൂ നിങ്ങൾ, വളരെ നമ്മൾ ആ പുറപ്പെടുന്നതിൽ വരുന്നൊരു സമയ വ്യത്യാസം കൊണ്ട് നമുക്ക് എത്ര പ്രതിഫലമാണ് നൽകുന്നത്. ഇത് അദ്ദനൽ മുഅദ്ദിൻ, പിന്നെ മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ജലസൽ ഇമാം അലൽ മിമ്പർ, മിമ്പറിൽ ഇമാം ഇരുന്നു കഴിഞ്ഞാൽ തുവിയത്തിസ് സുഹഫ്, ഏടുകൾ അടക്കും മലക്കൾ എഴുത്ത് നിർത്തും. വദഖലുൽ മസ്ജിദ് യസ്തമിഊന ദിക്ർ, എന്നിട്ട് അവർ ദിക്ർ, ഈ ഉത്ബോധനങ്ങൾ കേൾക്കാൻ വേണ്ടി മലക്കുകൾ കൂടെ നമ്മുടെ കൂടെ ഇരിക്കുമെന്ന് ഇമാം അഹമ്മദിൻ്റെ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. പിന്നെ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചില ആളുകൾ പള്ളി കയറി കഴിഞ്ഞാൽ ആ കുത്തുപടങ്ങിയില്ലേ, ബാങ്ക് കൊടുത്തില്ലേ, ഇനിയിപ്പോൾ എന്താ നിസ്കരിക്കുക വെച്ച് നേരെ വന്നിരിക്കും. ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ പാടില്ല. 2 റക്അത്ത് നിർബന്ധമായും നമ്മൾ നിസ്കരിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ ഇദാ ജാഅ അഹദുക്കും യൗമൽ ജുമുഅത്തി വഖദ് ഖറജൽ ഇമാം ഫലിയുസല്ലി റക്അത്ത്, 2 റക്അത്ത് നിസ്കരിക്കണം. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുലൈഖുൽ ഖത്ഫാനി എന്ന് പറയുന്ന സ്വഹാബി പള്ളിയിൽ വന്നു, 2 റക്അത്ത് നിസ്കരിക്കാതെ അദ്ദേഹം ഫഖഅദ സുലൈഖ് ഖബല അൻ യുസല്ലിയ,
നിസ്കരിക്കാതെ ഇരുന്നു. അപ്പൊ നബി അദ്ദേഹത്തോട് പറഞ്ഞു, അറക്കത്തറക്കാത്തൈനി, നീ 2 റക്അത്ത് നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കും ഫറക്കഹുമ, നീ എഴുന്നേറ്റ് ആ 2 റക്അത്ത് നിസ്കരിക്കുക. അത് അത്രയും പ്രധാനമാണ്, ആ 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാൽ പോലും ഒരു നീയത്തോടു കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. ലാ യുഖീമന്ന അഹദുക്കും അഖാഹു യൗമൽ ജുമുഅത്ത്. ഒരാളിങ്ങനെ ജുമുഅക്ക് നേരത്തെ വന്നൊരു സീറ്റ് പിടിച്ചിരിക്കുമ്പോൾ അയാളെ നമ്മോടൊന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. മറിച്ച് നമുക്ക് അയാൾ എന്ത് പറയാൻ പറ്റുന്നൊരു എഴുന്നേൽപ്പിച്ചിരിക്കാൻ പറ്റില്ല. ഇഫ്സഹു എന്ന് പറയാൻ പറ്റും, ഒന്ന് നീങ്ങിയിരിക്കും, ഒന്ന് വിശാലമാക്കൂ എന്ന് പറയാം. എന്നിട്ട് നമുക്ക് അവിടെ കയറി ഇരിക്കുന്നതിന് വിരോധമില്ല. സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങളുടെ ചുമലുകൾ ചാടിക്കടന്ന് വന്ന് നമ്മൾ ഇരിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കാനുള്ളൊരു അനുവാദമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, 1ാമത്തെ സ്റ്റെപ്പിൽ ഒരു വിടവ് കിടക്കുന്നുണ്ടെങ്കിൽ ആ വിടവ് നികത്താൻ വേണ്ടി അയാൾക്ക് വരാം. ഒരു വിടവും കാണാതെ നമ്മൾ എന്ത് ചെയ്യുക, ചാടിക്കടന്ന ആൾക്കാരൊക്കെ ചാടിക്കടന്ന് നമ്മൾ വരുന്നത്. അങ്ങനെ വന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്ലിസ്, ചാടിക്കടക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ ഇരിക്കുക. ഫഖദ് ആദൈത, നീ ആളുകളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്, ദ്രോഹമാണെന്ന്. അപ്പോൾ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ വെച്ചാൽ, അതുകൊണ്ട് ആദ്യം വന്നവനിൽ ബാധ്യത ഉണ്ട് തരൂ. എവിടെയെങ്കിലും മുന്നിൽ ഒരു സ്റ്റെപ്പിൽ ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അവൻ അവിടെ കയറി ഇരിക്കണം. അവൻ അവിടെ കയറി ഇരിക്കാത്തത് കൊണ്ടാണ് ബാക്കിൽ നിന്നുള്ള ഒരാൾ ധാരാളം ആളുകളുടെ ചുമലുകൾ ചാടിക്കിടന്ന് ആ സൊഫിലേക്ക് വരേണ്ടി വന്നത്. അതുകൊണ്ട് ഈ ഹദീസിന്റെ താല്പര്യത്തിൽ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ല, ആ വരാനുള്ള കാരണം ഉണ്ടാക്കാനും പാടില്ല. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പിലുള്ള ആളല്ലെങ്കിൽ ആ പള്ളിയിൽ ആ ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ തന്നെ അവരെ കാണണം. ബാക്കി സ്ഥലങ്ങളിൽ എന്താണ് അടുത്ത 2ാമത്തെ സ്റ്റെപ്പിലാണ് ഇരിക്കണം. അതിനെന്ത് വലിയ പ്രതിഫലമാണ് സുഹൃത്തുക്കളെ. നമ്മൾ കുറച്ച് നീങ്ങിയിരിക്കുമ്പോൾ ആ ജുമാൻ്റെ സമയം അത്രയും 1ാമത്തെ സ്റ്റെപ്പിൽ കിട്ടുന്ന പ്രതിഫലം നമ്മൾ എവിടെ ഇരുന്നാലും കിട്ടൂല. അതൊരു മഹാഭാഗ്യമാണ്. എത്ര നേരത്തെ വന്നാലും അത് നഷ്ടമാവാത്തൊരു കാര്യം. അതേപോലെ തന്നെ സംസാരിക്കരുത്, വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം തരൂ, ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും ഒരു സ്ഥലത്തും സംസാരിക്കാതിരിക്കേണ്ടതില്ല. നമ്മൾ കുട്ടികൾ ക്ലാസ്സിൽ വരെ എന്ത് ചെയ്യും, സംസാരിച്ചിരിക്കും. എവിടെയും ആൾക്കാർ സംസാരിക്കും. എന്നാൽ നമ്മൾ അങ്ങനെ സംസാരിച്ച് ശീലമുള്ളതുകൊണ്ട് നമ്മൾ പള്ളിക്ക് വന്നാൽ അറിയാതെ സംസാരിക്കും. പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തല്ലോ ഈ നേരിട്ട് ഇമാമിനെ കാണുന്നോടത്തല്ല ഇരിക്കണം. അതുകൊണ്ട് ചിലപ്പോൾ അശ്രദ്ധ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആ ജുമാൻ പോയി വർത്താനം പറഞ്ഞാൽ ആ ജുമാൻ പോയി. ഇദാ ഖാല റജുലു ലിസ്വാഹിബിഹി യൗമൽ ജുമുഅത്തി വൽ ഇമാമു യഖ്തുബു അൻസിത്. ഇമാം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 ആൾ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ജുമാക്ക് വർത്താനം പറയാൻ പറ്റുന്ന അയാൾക്ക് അറിയാം. അപ്പോൾ ഈ വർത്താനം പറയുന്ന ആളോട് പറഞ്ഞു, അൻസിത്, നീ മിണ്ടാതിരിക്കുക എന്ന് അവനോട് പറഞ്ഞാൽ ഫഖദ് ലഗാ, അവൻ്റെ ആ ജുമാ വെറുതെ ആയി. ലഗ്വ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതെന്നാണ്, വെറുതെ ആയിപ്പോയി എന്നാണ്. എത്ര ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ മിണ്ടാൻ പാടില്ല. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ആലോചിക്കേണ്ടി തരും. നമ്മൾ സംസാരിക്കുമ്പോൾ ആരോടാണ് സംസാരിക്കുന്നത്, അവൻ്റെ ഖുതുബ ശ്രദ്ധ എന്ത് ചെയ്തു മാറിപ്പോയി. മാത്രമല്ല നമ്മൾ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് കൂടെ ഒരു ബുദ്ധിമുട്ടായി വരും. വളരെ ശ്രദ്ധിക്കണം. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം മുസ്ലിം 1918 ഹദീസായിട്ട്, ഇമാം ബുഖാരി 934 ഹദീസായിട്ട് പറഞ്ഞ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ജുമാക്ക് വർത്താനം പറഞ്ഞാൽ അവൻ്റെ ജുമാ വെറുതെ ആവുന്നതാണ്. അതേപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ പ്രത്യേകതപ്പെട്ടതാണ് എന്തരും ദിക്റുകളും ദുആകളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദിക്ർ ദുആകളെ നമ്മൾ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇതാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ജുമാ കഴിഞ്ഞു പോയാലും നമ്മളെ കച്ചവടങ്ങളിലേക്കും കാര്യങ്ങൾക്കും വ്യാപൃതയാവുമ്പോഴും നമ്മളെന്തൊരു വെള്ളിയാഴ്ചയാണ്, ഒരു നല്ല ദിവസമാണ് എന്ന ഓർമ്മയോടുകൂടെയും ദിക്റോടുകൂടെയും നമ്മൾ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ഖുർആൻ ജുമായെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർമ്മപ്പെടുത്തേണ്ടതാണ്. മാത്രമല്ല സഹാബത്ത് പറഞ്ഞു, ഇന്നാ ലനജിദു ഫി കിതാബില്ലാഹി ഫി യൗമിൽ ജുമുഅത്തി സഅത. എന്തിന്, വെള്ളിയാഴ്ച ജുമാക്ക് ഒരു സമയമുണ്ടെന്നാണ്. ആ സമയം ലാ യുവാഫിഖുഹ ഇൻദ മുഅ്മിൻ യുസല്ലി യസ്അലുല്ലാഹ ഫിഹാ ഷൈഅൻ ഇല്ലാ ഖളാ ലഹു ഹാജതുഹു. അന്ന് ആ സമയത്ത് അവൻ സ്വലാത്ത് ചൊല്ലി അല്ലെങ്കിൽ അള്ളാഹുവോട് എന്തെങ്കിലും കാര്യങ്ങൾ അവൻ ചോദിച്ചാൽ അള്ളാഹ് ആ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നതാണ്. ആ സമയം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ നബി ആഖിർ സാ, ഒരു പകലിൻ്റെ അവസാന സമയത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്തിനങ്ങനെ സമയം നിശ്ചയിച്ച സുഹൃത്തുക്കളെ, ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രാർത്ഥിക്കാനും സ്വലാത്ത് ചെല്ലാനൊക്കെ പ്രത്യേകമായ ഒരു കരുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൽ വേണമെന്നതാണ്. അതേപോലെ തന്നെ അൽക്കഹഫ് പാരായണം. നമ്മൾ കുറച്ച് നേരത്തെ പള്ളിയിൽ വന്നാൽ നമുക്കൊരു അൽക്കഹഫ് ഓതാനുള്ള സമയം വെച്ച് വരികയാണെങ്കിൽ നമുക്ക് എത്ര പ്രതിഫലമാണ്. നേരത്തെ വന്ന പ്രതിഫലം കിട്ടി, ഖുർആൻ പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതിയ പ്രതിഫലം കിട്ടി. അൽക്കഹഫ് സൂറത്ത് ഒരാൾ ഓതുകയാണെങ്കിൽ എന്താണ്, അല്ലാ അലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ. ആ ഓദീൻ്റെ ഒരു വെളിച്ചുണ്ടല്ലോ മനസ്സിൽ, പ്രകാശം. ആ പ്രകാശം അടുത്ത വെള്ളിയാഴ്ച ഓതിന് വരെ ഉണ്ടാവുന്നത്.
ഒരാഴ്ചക്കൊരു മനസ്സമാധാനം കിട്ടാൻ ഒരു 20 മിനിറ്റ് നമ്മൾ ആകെ 100 ആയത്തോളമൊക്കെ വരുള്ളൂ. അത് നമ്മളൊന്ന് ഓതുകയാണെങ്കിൽ അത്ര നമുക്ക് പ്രതിഫലം കിട്ടുമെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ സുഹൃത്തുക്കളെ. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ജുമാ. ആ ജുമാൻ്റെ ശ്രേഷ്ഠ ആദം നബി സൃഷ്ടിക്കപ്പെട്ട ദിവസമാണ്. അതിൻ്റെ കുറേ മഹത്വങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫഅക്സിറൂ അലയ്യ മിനസ്വലാത്ത്, എൻ്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം എന്നാണ്. നമ്മൾ ഈ സാധാരണ നിസ്കാരത്തിൽ ചെല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് തന്നെ ചൊല്ലിയാൽ മതി. അപ്പോൾ നമ്മൾ കടയിൽ വെറുതെ ഇരിക്കുമ്പോൾ, നമ്മൾ നടന്നു പോരുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ ഒക്കെ വെള്ളിയാഴ്ചയാണെന്നുള്ളതിലേക്ക് പ്രത്യേകമായി സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുന്നതിന് ഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ സ്വലാത്ത് ചെല്ലുമ്പോൾ ആ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്തായിരുന്നാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ സുഹൃത്തുക്കളെ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു പ്രത്യേകം നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കണം. ഒന്ന് ഏറ്റവും പ്രധാനം പാടില്ലായിരുന്നു, ജുമാ നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു. എന്ത് തിരക്കും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും വെള്ളിയാഴ്ചത്തെ ദിവസം ഒരു കാരണവശാലും ജുമാ നഷ്ടപ്പെടുന്നത്. ഇപ്പം നമ്മളിവിടെയൊക്കെ ബ്ലോക്കാണ്. പല സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ നമ്മുടെ ഈ പാലത്തിലേക്ക് ബ്ലോക്കിൽ പെട്ട് ജുമാ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ മുൻകൂട്ടി കാണണം. എനിക്ക് ജുമാ നഷ്ടപ്പെട്ടു പോവാം. ജുമാ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ തെറ്റാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, യൻതഹിയന്ന അഖ്വാമുൻ അൻ വദഇഹിമുൽ ജുമുഅത്ത്, ജുമാ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നഷ്ടപ്പെടുത്തുന്നവർ അതിൽ നിന്ന് വിരമിക്കട്ടെ എന്നാണ്. അല്ലെങ്കിൽ ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം വലയകൂനന്ന മിനൽ ഗാഫിലീൻ, ഹൃദയത്തിൽ സീൽ വെക്കും, പിന്നെ അവൻ അശ്രദ്ധനായി പോകുന്നതാണ്. അവൻ്റെ ദീനിൻ്റെ ആ മനസ്സ് തന്നെ അവന് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ജുമാ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒന്ന്, ചില ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ ഈ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം അവസാനിച്ചിട്ട് ഇന്നലെ രാത്രി, ഈ വെള്ളിയാഴ്ചയുടെ തലേ രാത്രിയിലൊക്കെ ധാരാളമായിട്ട് ഉറക്കം വയ്ക്കും. ഇപ്പോൾ നമ്മളൊന്നും പള്ളിയിൽ അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും കാണില്ല. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ ഉറങ്ങാൻ പാടില്ല. നമ്മൾ വളരെ ജാഗ്രത കാണിക്കണം. ഉറങ്ങുന്നത് ഉറക്കം നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തലേനാൾ വെള്ളിയാഴ്ചയാണെന്നുള്ള ഒരു ഓർമ്മയോടുകൂടെ ഒന്ന് നേരത്തെ കടന്ന് ഇതിനെടുപ്പ്. കാരണം ആ ജുമായുടെ ഏറ്റവും പ്രധാനമായ ആ സമയം ഖുതുബ ശ്രവിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അപ്പോൾ അത് നമുക്കൊരാഴ്ചക്ക് കിട്ടുന്ന ഉത്ബോധനമാണ്. അത് ചെയ്താൽ നമ്മൾ ഉറക്കിക്കളഞ്ഞാൽ വലിയ നഷ്ടമാണ്. ഒന്ന് വന്ന് ഇരുന്ന് ഖുതുബ ഇവിടെ നടക്കണ്, നമ്മൾ ഉറങ്ങിപ്പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയല്ലേ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഉറങ്ങണത് വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും പല പള്ളികളിൽ നമ്മൾ പോകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അങ്ങനെ വരും, വന്നാൽ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഉറങ്ങും. ഉറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആരാധനയുടെ ഉന്മേഷമില്ലാത്ത ഒരു അശ്രദ്ധയല്ലേ സുഹൃത്തുക്കളെ. അത് നമ്മൾ വരാതിരിക്കാൻ വളരെയധികം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഞങ്ങൾ കുളി നഷ്ടപ്പെടരുത്. നമ്മൾ കുളിക്കേണ്ടത്, കുളിക്കാത്ത ഒരാളൊന്നും ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുണ്ടാവും വെള്ളിയാഴ്ചയാണെന്നുള്ള നീയത്ത് കൊണ്ട് കുളിച്ച ആൾക്കാർ എത്ര ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വൈകി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഏത് സ്ഥലത്തും നമ്മളുടെ ചില ആളുകളുടെ ഒരു പ്രകൃതിയാണ്, നമ്മളെ പറ്റി ആലോചിക്കണം. എവിടെ നമ്മൾ എത്തുകയാണെങ്കിലും ലാസ്റ്റ് എത്തുന്നത് നമ്മളുടെ ഒരു സ്വഭാവമായി തീരും. അത് നമ്മൾ മാറ്റിയെടുക്കുക എങ്ങനെയാണെങ്കിൽ എവിടെയും അതായത് നമ്മുടെ 12:45 സ്ഥിരമായിട്ട് നമ്മൾ ജുമാ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു 12:30 ഇറങ്ങലെന്നുണ്ടെങ്കിൽ അതൊരു 12:20 ഇറങ്ങാം, അല്ലെങ്കിൽ ഒരു 12:10 ഇറങ്ങാം എന്ന് തീരുമാനിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റും. പിന്നെ യാതൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഈ സമയത്ത് നമ്മൾ കച്ചവടം ചെയ്യാൻ പാടില്ല. കച്ചവടം ചെയ്യുക എന്നുള്ളത് എന്താണ്, ഈ സമയത്ത് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി നമ്മളോട് നിരോധിച്ചത്. ബാങ്ക് കൊടുത്താൽ, ജുമാക്കുള്ള ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ നമ്മളെന്ത് ചെയ്യണം, പീഡിയൻ്റെ ഷട്ടർ വീണിരിക്കണം. നമ്മൾ ആ കച്ചവടം വ്യവഹാരങ്ങളിൽ പിന്നെ നമ്മൾ ഒരിക്കലും വ്യാപൃതരാൻ പറ്റാതെ ഈ സമയത്ത് നിഷിദ്ധമാക്കിയ ഒരു കാര്യമാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, സെഫ് പൂർത്തിയാക്കുക എന്നുള്ള നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ സെഫ് പൂർത്തിയാക്കാതിരിക്കുന്നുണ്ട് പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ സെഫ് ക്രമീകരിക്കണമെങ്കിൽ വളരെ പണിയാണ്. കാരണം സമയം ഭയങ്കരമായി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ സെഫുകളുടെ പൂർണ്ണത, നമസ്കാരം പൂർത്തിയാകാൻ വളരെ ബാങ്കിലും ഒന്നാമത്തെ സഫിലുമുള്ള പുണ്യം ജനങ്ങൾ അറിയുകയായിരുന്നുവെങ്കിൽ അവിടെ നറുക്കിട്ട് തീരുമാനിക്കേണ്ടി വരും ആരാണ് അവിടെ എത്തേണ്ടത് എന്നുള്ളതെന്നാണ്. അത്രമാത്രം പ്രതിഫലം കിട്ടുന്ന കാര്യമാകുന്നത്. അതേമാതിരി ഞാൻ നേരത്തെ പറഞ്ഞു, പരമാവധി നമ്മൾ മറ്റുള്ളവരെ ചാടി കടന്ന് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഖുതുബ അലസമായി ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. പിന്നെ വേറെ ചില കാര്യങ്ങളോട് ചേർത്ത് പറഞ്ഞു, വെള്ളിയാഴ്ച മാത്രം നോമ്പില്ല. വെള്ളിയാഴ്ചയാണല്ലോ നിലക്കൊരു സുന്നത്ത് നോമ്പ് നോൽക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ശനിയും വെള്ളി നോക്കണം, അല്ലെങ്കിൽ വ്യാഴം വെള്ളിയും എന്ത് ചെയ്യണം, നോൽക്കണം. അന്ന് പ്രത്യേകമായ ഒരു പുണ്യം വിചാരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച മാത്രമായിട്ട് വരണം. അതേപോലെ തന്നെ പിന്നെ ഇമാമിങ്ങൾക്കുള്ളതാണ് വെള്ളിയാഴ്ച ജുമാ ഖുതുബകൾ എന്ത് ചെയ്യുക, ദീർഘിപ്പിക്കാൻ പറ്റില്ല.
ആളുകളൊക്കെ സമയം കണിശതയിലാണ് വരിക. അതൊക്കെ അവർ അവസാനിക്കും എന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ അത് അവസാനിപ്പിക്കുന്ന കൃത്യത പാലിക്കണം, നിസ്കാരത്തിലാണെങ്കിലും ഖുത്ബയിലാണെങ്കിലും ഒക്കെ എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നിർബന്ധമായി അനുഷ്ഠിക്കുന്ന ഈ ഒരു ജുമാ നിർവഹിക്കുമ്പോൾ ഈ ആദാബുകളെ പാലിച്ചാൽ, ഈ മര്യാദകളെ പാലിച്ചാൽ മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് ധാരാളം പ്രതിഫലം കിട്ടും, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടും. അത്രയും പുണ്യകരമായ ഒരു പ്രവർത്തനത്തിന് നീക്കി വെച്ച വിലപ്പെട്ട സമയം പാഴായി പോകാതിരിക്കാൻ അത് സഹായകമാകും.